ഹായ്, ഞാൻ ഇപ്പം ഒന്ന് എണീച്ചു, ചായ ഒക്കെ കുടിച്ചു. ഇന്ന് പത്തിരിയൊക്കെ ആഫ്റ്റർ എ ലോങ് ടൈം ഇന്ന് പത്തിരിയൊക്കെ കഴിച്ചു. നാളെ ഞാൻ പോവുകയാണ്. നാളെ പോകണം നമുക്ക്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാലില്ല, ബർത്ത്ഡേ ആണ്. സോ നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാണ് ഇവിടെ. അങ്ങനെയൊക്കെ എനിക്കത് പറഞ്ഞല്ലോ. ഇവിടെ എനിക്കും എൻ്റെ അനിയനും ഭയങ്കര ഇഷ്ടമാണ് പത്തിരി. സോ ഇവിടെ എപ്പോഴും പത്തിരി ആയിരിക്കും. ഞാനിപ്പോൾ പുറത്തല്ലേ പത്തിരി ഓഫ് കോഴ്സ് മിസ് ചെയ്യും. സമയം ഒരു ഉച്ചയൊക്കെ ആയിട്ട്, ഉച്ചയല്ല ഒരു 11 സംതിങ് ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഉറങ്ങിയ മുഖം അങ്ങോട്ട് പോകുന്നില്ല. ഞാനൊരു പൊട്ടും തൊട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഒന്ന് പോയി കുളിക്കട്ടെ. ഞാൻ ഇത്രയും നേരം എഡിറ്റിങ് ചെയ്ത് ഇന്നലത്തെ 2 ദിവസത്തെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അത് എഡിറ്റിങ്ങിലായിരുന്നു. കംപ്ലീറ്റ്ലി കഴിഞ്ഞിക്കോ അതുമില്ല. അങ്ങനെയൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ ഉണ്ട്. പിന്നെ നമുക്ക് 18 അല്ലേ, നമുക്കെന്താ കുറച്ച് കഴിഞ്ഞിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ തന്നെ ചെയ്യണം. അനിയനുണ്ട്, ആരെയും ക്ലാസ്സിൽ പോയി. എല്ലാവരും ബിസി. രാത്രി വരും എല്ലാവരും കേട്ടോ. ഇപ്പം എന്തായാലും പോയി കുളിക്കട്ടെ. പോയി കുളിച്ചിട്ട് ഞാൻ കുറച്ച് പിൻട്രസ്റ്റ് നോക്കി എങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള ബർത്ത്ഡേ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ നോക്കിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിക്ക് സെറ്റ് ചെയ്യാപ്പൊക്കെ നോക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പരിപാടി, കുറച്ച് പരിപാടികളൊക്കെ ഇല്ലേ നമുക്ക് ആക്കൊന്ന് ചെയ്യണം. ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കാം ഞാൻ മറ്റേ പരിപാടികളൊക്കെ. ബർത്ത്ഡേ ലഞ്ചിൻ്റെ മുമ്പേ ഒരു പേരക്കൊക്കെ എടുത്തുകൊണ്ടായി തന്നു ഞാൻ വെച്ചത്. ബർത്ത്ഡേക്ക് വേണ്ട നമ്മുടെ സാധന സാമഗ്രികൾ ഇതൊക്കെ പണ്ടൊക്കെ എടുത്ത് വെച്ചതാ. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. റോക്കറ്റ് ബലൂൺ. ഓക്കെ, ഇത് പണ്ടറ്റാൽ അച്ഛനൊരിക്കൽ ഖത്തറിന് കൊണ്ടുവന്നതാണ്. എത്ര വർഷമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും 6+ ഇയേഴ്സ് എന്തായാലും ഉണ്ട്. ഞാനിങ്ങനെ കവറിലൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ യൂസ് ചെയ്തു. ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഉപയോഗിക്കാണ്ട് ഇന്ത്യനായത് വരട്ടെ. നോക്കട്ടെ, നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം. ആക്ച്വലി ഈ ബലൂണ് ഒരു കഥ ഉണ്ടെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുണ്ട്. നമ്മൾ ഖത്തറിന്നൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ലൈക്ക് അച്ഛൻ ഖത്തറിന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കും എന്താ വേണ്ടേ, എന്താ കൊണ്ടുവരണ്ടേ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് അത്തവണ അച്ഛൻ നാട്ടിലേക്ക് വരുന്നവർ എനിക്കൊന്നും വേണം എന്നുള്ള ഒരു സാധനം ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പൊട്ടി അയ്യോ നമ്മളിവിടെ പറഞ്ഞത് അച്ഛനിങ്ങനെ വരുന്ന സമയത്ത് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അന്നേരമാണ് അതും പോയി. ഇവിടെയൊക്കെ തോന്നിക്കും. സങ്കടം വീണ്ടും കണ്ടില്ല. അടുത്തടുത്തോ ഇതിനെവിടെ ഓട്ടയുണ്ട്, നല്ല ഓട്ടയാണ് ഉള്ളത്. എവിടെയാണാവോ ഓട്ടയുള്ളതെന്ന് അറിയത്തില്ല. അതൊന്നുമല്ല, നോർമൽ ബലൂണല്ല. അതൊന്ന് കൽപ്പിച്ചോട്ടെ. ഇത് വായിലിട്ടൊന്നും പോയില്ലായിരിക്കും. എവിടുന്നോ കാറ്റൊക്കെ വരുന്നുണ്ട്. ചുളിങ്ങി കിടക്കുകയാണ്. എല്ലാം കൊണ്ടും സുഭാഷയ്ക്ക് മിക്കവാറും വേറെ വാങ്ങേണ്ടി വരും. അങ്ങനെ ഇനി എൻ്റെ പ്രതീക്ഷ ഇതില്ല. നോക്കട്ടെ. ഇത് പക്ഷെ ഇപ്പൊ പൊട്ടും. കണ്ടോ, ഇങ്ങനെ വരേണ്ടതാണ്. സങ്കടമാണ്. തന്നെയല്ലേ, സന്തോഷമില്ലേ? അങ്ങനെ വേണ്ട, എല്ലാം ഇങ്ങനെ അവസ്ഥ. ഒരിക്കൽ സമാധാനം. ദിസ് ലുക്സ് ക്യൂട്ട്. ആഫ്റ്റർ എല്ലാം ഉള്ളിൽ ഒന്ന് കിട്ടിയതാ ചോട.
ഞാനിങ്ങനെ ഈ റോക്കറ്റ് ബലൂണിൻ്റെ ഒക്കെ അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അവസാനം കിട്ടിയ ഭാഗ്യം എന്നുള്ളത് നല്ല രസമുണ്ടല്ലേ. പക്ഷെ മിഠായി ഷേപ്പ് കൊള്ളാം. ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇതുണ്ടല്ലോ, അച്ഛനിങ്ങനെ ഖത്തറിന്ന് വരുന്ന സമയത്ത് ചോദിച്ചു എന്താ വേണ്ടത്. അന്നേരം എനിക്കൊന്നും ഇല്ലായിരുന്നു വേണമെന്ന് പറയാൻ. അന്നേരം ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്കൊന്നും കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ല. അന്നേരം ഓഫ് കോഴ്സ് അപ്പോൾ എൻ്റെ അനിയന് പറഞ്ഞു ഓക്കെ അവന് വേണ്ട സാധനം അവൻ പറഞ്ഞു. അപ്പോൾ ഓഫ് കോഴ്സ് ഒന്നും കൊണ്ടു തരാണ്ട് നിൽക്കുകയില്ലല്ലോ. അങ്ങനെ ഞാനൊന്നും പറയാതെ എനിക്ക് കൊണ്ടു തന്നൊരു സാധനമാണിത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. എല്ലാം പൊട്ടിപ്പോയി, എല്ലാം പൊട്ടി. ഞാനിത് എത്ര പ്രാവശ്യം എല്ലാം പൊട്ടി. I won. Happy with this. What another തക്കാളി വരും. നല്ല രസമുണ്ട്. ഇതിനാണ് എവിടെ ഓട്ടയുണ്ട് കുഞ്ഞു കുഞ്ഞായിക്കൊണ്ടിരിക്കുക. പൊട്ടിക്കരാ പൊട്ടൊന്നുമില്ല. അവസ്ഥ ഒക്കെ പറഞ്ഞ ഇതാണ് അവസ്ഥ. മൈൻഡിക്കോട്ടെ പിന്നെ പൊട്ട്. അതിനുമില്ല ഗൈസ്, വേറെ സാധനം. എല്ലാം പൊട്ടിയതൊക്കെ പെറുക്കി വെച്ചിക്ക് കളിക്കാനില്ല. ഇതൊക്കെയായിരുന്നു ലഞ്ചിനുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഡെക്കറേഷൻ്റെ കാര്യം നോക്കി, പക്ഷേ ഒന്നും ചെയ്തില്ല കേട്ടോ. ഇപ്പോൾ ഒരു സമയം വൈകുന്നേരമായിട്ടുണ്ട്, 4-5 മണിയായിട്ടുണ്ട്. ഞാൻ ഒന്ന് മുഖമൊക്കെ കഴുകി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട്. സോ ഒന്ന് ലെറ്റ്സ് ഡു എ ഗെറ്റ് റെഡി വിത്ത് മീ. നോക്കട്ടെ, അത് വീഡിയോ എടുക്കണമില്ലോ തീരുമാനമായിട്ടില്ല. എടുക്കാല്ലേ, നോക്കട്ടെ. ചെറുങ്ങനെ എന്താ പുറപ്പെട്ടിക്ക് മുടി എന്തെങ്കിലും പിന്നെ മാറ്റി കെട്ടുമെന്നൊന്നും അറിയത്തില്ല. മിക്കവാറും അയച്ചിടൽ തരുന്നുണ്ടാവില്ലേ, എപ്പോഴും അങ്ങനെയാണല്ലോ. അതൊക്കെ പോട്ടെ. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, വോളുമിലൊന്നും ആക്കിയിട്ടില്ല. നോക്കട്ടെ, നോക്കാലോ അല്ലേ, സമയമുണ്ടല്ലേ. ഇന്നെന്ത് ബർത്ത്ഡേ അല്ല, പക്ഷേ ബർത്ത്ഡേ നാളെ മറ്റന്നാളാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഗെറ്റ് ടുഗദർ. ദിസ് ഈസ് കണ്ണൻ. ക്യാമറ ഷേവ്. പിന്നെ ടീ ടൈം ആയി, ഞാൻ ചായ കുടിക്കില്ല, ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അവള് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന് എനിക്ക്. സാധാരണ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവുക. ഇത്തവണ ഞങ്ങൾ രണ്ട് സ്ഥലത്താണല്ലോ. എനിക്കിവള് വന്നത് മുതൽ കിളിപോയി കിടക്കുക. ഉണ്ട് പറ്റുമോ, ഞാൻ എന്താ എഫേർട്സ് ആണല്ലോ നമുക്ക് വേണ്ടിയിട്ട്. അതും അന്നേരം എൻ്റെ ബർത്ത്ഡേ പോലും അല്ല, എന്നാലും ഞങ്ങൾ രണ്ട് സ്ഥലത്തായിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് അച്ചോടാ, എനിക്കെന്തോ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഇതൊക്കെ എന്താ പൊട്ടിക്കുന്ന സമയത്ത് അതുതന്നെയായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, അച്ചോടാന്ന്. കഴിഞ്ഞ ബർത്ത്ഡേയും തുടങ്ങിയത് എൻ്റെ 17th ബർത്ത്ഡേ ഒക്കെ ഞാൻ ഇവളിവിടെ തന്നെ ആയിരുന്നു. ഞങ്ങൾ ടൂറിൻ്റെ സമയത്തായിരുന്നു എൻ്റെ ബർത്ത്ഡേ. സോ അധികം ബർത്ത്ഡേയ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഓളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് അധികമൊന്നും പ്രതീക്ഷിക്കൊന്നും ചെയ്യരുത്. അന്നേരം ഞാൻ പറയാം അതൊക്കെ ഇനിയിപ്പോൾ ഇത് എന്ത് കൊണ്ട് തന്നാലും എനിക്കത് ഭയങ്കര കാര്യമല്ലേ. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരാൾ നമുക്ക് വേണ്ടി ഇടുന്ന എഫേർട്സ് ആണല്ലോ. അച്ചോടാ, ഞാൻ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ ഡയറക്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടുണ്ട് ഒന്നാമതെത്താൻ. എന്നിട്ട് വീട്ടിലേക്കല്ല, ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു, എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. അച്ചോടാ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതൊക്കെ പൊട്ടിച്ച് നോക്കുകയാണ്. അതുണ്ടല്ലോ ഞാനിങ്ങനെ പറയുന്നുണ്ട് ഇതിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത്. അന്നേരം ഇവളിങ്ങനെ പറയാം ജോലിയുണ്ട്, നമുക്ക് സെറ്റായി കൂടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് തുറന്നപ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ചോക്ലേറ്റ്സ്, ഡയറി മിൽക്കും മറ്റേ ഈ ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പിന്നെ സെൻറ്റഡ് ഫ്ലവേഴ്സ്, ഇത് നല്ല സ്മെല്ലുണ്ടായിരുന്നു അതിന്.
പിന്നെ മാല, ഡെഗ്ലി വെയറിലൊക്കെ അങ്ങനത്തെ ഇടാൻ പറ്റുന്ന ഒരു മാല. എന്നിട്ട് പറയാ നീ ദിവസം എന്നെ ഓർക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വാങ്ങിയ. ആദ്യം ഒരു ട്രഡീഷണൽ വാങ്ങാനായിരുന്നു നോക്കിയെന്നൊക്കെ അച്ചോടാ. പിന്നെ കമ്മൽ, പിന്നെ ഒരു മുടിക്കുടുക്കുമൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ പിടിച്ച് കെട്ടാറില്ല. അതൊക്കെ അങ്ങനെ എന്താ നമുക്ക് വേണ്ടി കണ്ടറിഞ്ഞ് വാങ്ങുന്നില്ലേ, അങ്ങനെ നമ്മളെ അറിഞ്ഞു തരുന്ന ഗിഫ്റ്റ്സിന് അതിനൊരു വേറെ തന്നെ ഇതാണല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പേഴ്സണെ അറിഞ്ഞിട്ട് നമ്മളെ ഒരു അമ്പോ അങ്ങനെ ചോടാ. അവളോട് ചോദിച്ചാൽ ഇതെന്താ അവൾക്ക് മുട്ടായി വെക്കാതെ, അന്നേരം അവള് പറഞ്ഞു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ മുട്ടായി എന്നൊക്കെ. അച്ചോടാ, ഈ വീഡിയോ നിറച്ച് അച്ചോട വെച്ച് നിറഞ്ഞിരിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ഡിസ്ക്ലെയിമറായിട്ട് അത് പറയണം ആദ്യം. പിന്നെ അവൾ തന്ന ഗിഫ്റ്റ് വീണ്ടും എനിക്ക് എന്താ അല്ലാതെ ഗിഫ്റ്റായിട്ട് തരുന്നുണ്ട്. ആ ഗിഫ്റ്റൊക്കെ തന്നിട്ടുള്ള നടത്തം കണ്ടോ. പിന്നെ ഇതായിരുന്നു കേക്ക്. ഹാപ്പി ബർത്ത്ഡേ പൊടിമോൾ. എന്നെ പൊടിമോളെന്നാണ് വിളിക്കുക, അതുകൊണ്ട് ഞാൻ മൂത്തച്ഛൻ്റെ വകയായിരുന്നു ആ കേക്ക്. ഞാൻ പിന്നെ വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ നിന്നില്ല. ഈ പേപ്പറിൽ 18 എന്നും പറഞ്ഞ് എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റെൻസിൽ പോലെ ആക്കിയിട്ട് അതിലേക്ക് ഫ്ലാഷ് ലൈറ്റ് അടിച്ചിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് ഈ ഒരു പരിപാടിയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. In the end we're all buried deep inside the same hole in the ground. I've been thinking about myself today. എല്ലാവർക്കും ആദ്യം ഞാൻ അവിടെ നിന്ന് കൊടുത്തു, പിന്നെ ഞാൻ ഓടി നടന്ന് കൊടുക്കലേ. You look so fine. Guess we have to agree. അങ്ങനെ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഏച്ചി വിളിച്ചു. ഞങ്ങൾ വീഡിയോ കോളൊക്കെ ചെയ്ത് എന്താ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷ്. അങ്ങനെ കൊച്ചിനെയൊക്കെ കണ്ടു. പിന്നെന്താ കൊച്ചിൻ്റെ കൂടെ ഓരോ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കോളിലായി. I'm still looking forward to watching part 2 of Deathly Hallows with you. പിന്നെ ഫുഡിന് സമയമായി. മന്തിയും പൊറാട്ടയും ചിക്കനും പിന്നെ പൂളക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാവരുമായിട്ട് കഴിച്ചു. ഇതിലൊക്കെ പറ ഹൗ ഡു യു ഫീൽ? ഞാൻ നിന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഹൗ ഡു യു ഫീൽ? വെരി ഗുഡ്, വെരി ഹാപ്പി, വെരി 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 ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇവളെ വീട്ടിലേക്കാക്കാൻ പോവാം. ഞാനും അനിയനും ഇവിടെ ഇപ്പോൾ ഇവളെ കൊണ്ടാക്കാൻ പോകുന്നു അല്ലേ? അതെ അതെ, ഇതിൻ്റെ തൊട്ടിപ്പുറം തന്നെ വീട്. അവിടെ കൊണ്ടാക്കിയിട്ട് അല്ല, ഫുഡൊക്കെ കഴിച്ച് വേർന്നു എല്ലാവരും പോയി. ഇനി കുറച്ച് ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഗൗതമകൃഷ്ണ അനിയൻ്റെ ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുത്ത് തരാൻ പറയണം. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് നേരത്തെ, ബട്ട് കുറച്ചുകൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്ത് കിടന്നുറങ്ങാന്ന് വിചാരിക്കാം. ഫോട്ടോ ഒക്കെ എടുത്തു
നിർത്തിയിട്ടുണ്ട്. വിചാരിച്ച പോലത്തെ സ്ഥലമൊന്നും കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ഒന്ന് മുഖമൊക്കെ കഴുകണം, മുടിയൊക്കെ കെട്ടി ഇനി കിടന്ന് ഉറങ്ങാം. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. 17th കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് ആക്ച്വലി. ഇന്ന് 25th എൻ്റെ ബർത്ത്ഡേ. അയ്യോ, പക്ഷെ എന്താ 25th ഞാനിവിടെ ഉണ്ടാകത്തില്ലല്ലോ. അപ്പം ഈ ബർത്ത്ഡേയും ഫാമിലീൻ്റെ കൂടെ അല്ലായിരിക്കും. അല്ല 17th ബർത്ത്ഡേക്ക് ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ 18th ഇല്ല. അപ്പം നമ്മൾ ഇവിടെ ഓൾ കഴിച്ചു. അങ്ങനെ വീട്ടിലെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ ബാംഗ്ലൂർ ചെന്നിട്ട് റൂമിൽ സ്വീറ്റ് 17 കഴിയാൻ പോവുക. ഇതുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും സ്വീറ്റ് 17 തന്നെയായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാനിതിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കും, നിർത്തത്തില്ല. സോ അപ്പം ശരി, ഇനിയും ഉണ്ടല്ലോ, സമയമുണ്ടല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എന്തായാലും ബർത്ത്ഡേ വ്ലോഗ് വേറെ ഉണ്ടാവും. എൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് 17 അതും എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, അവിടെ എത്തിയിട്ട് അന്നേരം ഉള്ള പോലെ. അപ്പോൾ ശരി, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.